അസ്സലാമലൈക്കും. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഒരു 7:30 ആയപ്പോഴാലോ കിടന്നുറങ്ങിയത്. അപ്പോൾ അലാറം വെച്ചിട്ടാണ് കിടന്നത് 12 മണിക്ക്. അലാറം അടിച്ചപ്പോൾ കണ്ണ് തുറന്നു, ലൈറ്റൊക്കെ ഓണാക്കാണ്. എപ്പോഴും റൂമിൽ ഇരുട്ടാണ്, വെട്ടമില്ലാതെ പറ്റില്ല, കാരണം വിൻഡോ ഒന്നും ഇല്ലല്ലോ. ഇന്ന് പിന്നെ ഫ്രൈഡേ ആണ്, പെട്ടെന്ന് ഇക്കേച്ചി കുളിക്കാനും പല്ല് വയ്ക്കാനൊക്കെ പോയി പള്ളിയിൽ പോകാനുണ്ടല്ലോ. ഞാനെപ്പോഴേക്കും ബെഡ്ഷീറ്റൊക്കെ കൊട്ടി വിരിച്ചു. ഓൾറെഡി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ അരിയിട്ടിട്ടാണ് കിടന്നത്. ഇനിയിപ്പോൾ അത് വടിക്കാനുള്ളൂ. പിന്നെ ഇന്നലത്തെ കിഴങ്ങേറി യൂസ് ചെയ്യാത്തതുകൊണ്ട് അതൊന്ന് ചൂടാക്കണം. പിന്നെ മാങ്ങച്ചാറുണ്ട്, അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. റൂമൊക്കെ പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒതുക്കി വെച്ചു. അതിനുശേഷം എനിക്ക് പല്ല് തേക്കണം, കുളിക്കണം. തല കഴുകുന്നില്ല, മേല് കഴുകുന്നേ ഉള്ളൂ. കാരണം തല നനച്ച് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് പോയി കഴിയുമ്പോൾ ഭയങ്കര ഹെഡേക്കാണ്. ഈ ചൂടത്തുനിന്ന് നേരെ എ സിയിലേക്ക് ചെല്ലണം. മുടി അത്ര അങ്ങോട്ട് ഡ്രൈ ആവില്ല പെട്ടെന്ന്. പിന്നെ ഇക്കേച്ചി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിച്ചു. ചോറും കിഴങ്ങേറി അച്ചാറും കൂട്ടി ഫുഡ് കഴിച്ചു. അതിന് ശേഷം ഇക്കേച്ചി വന്നപ്പോൾ ഒരു ജിഞ്ചർ ഷോട്ട്, ബറക്കാത്തിൻ്റെ ജിഞ്ചർ ഷോട്ട് കൊണ്ടുവന്നു, അത് കഴിച്ചു. അതിന് ശേഷം ഞാൻ ളുഹർ നമസ്കരിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി വെളിയിലിറങ്ങി ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്ന് ഭയങ്കര ബിസിയാണ് ലിഫ്റ്റ് വരുന്നേ ഇല്ല. ആ ടൈമിൽ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. ഫാത്തിഹയൊക്കെ ഓതിയിട്ടാണ് ഇറങ്ങിയത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ലിഫ്റ്റിന് ഞാൻ 2 ലിഫ്റ്റ് മാറി ഇങ്ങനെ നോക്കുകയാണ്, ലിഫ്റ്റ് ഏത് ലിഫ്റ്റാണ് വന്നത്. പക്ഷെ വരുന്നില്ല, കാരണം ഇന്ന് ഫ്രൈഡേയും കൂടി ആയതുകൊണ്ട് ലിഫ്റ്റ് ബിസിയാണ്. അവസാനം എനിക്കിഷ്ടപ്പെടാത്ത ലിഫ്റ്റാണ് വന്നത്. ഞാനതിൽ കയറി. ഈ ലിഫ്റ്റിന് മൊത്തം ഇരുട്ടാണ്. അതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങി. വെളിയിൽ ഭയങ്കര ചൂടാണ്. പിന്നെ എല്ലാവരും പള്ളിയിൽ കൂടി ഇറങ്ങിയിട്ട് നടന്നു പോണ കാഴ്ചയൊക്കെ കാണുന്നത് നല്ല രസമാണ് കാണാൻ. ഇറങ്ങുന്ന സമയത്തൊരു ക്രൗഡാണ്. പിന്നെ ഹോട്ടലിലൊക്കെ ആ സമയത്ത് നല്ല തിരക്കും ക്യൂ ഒക്കെ ആയിരിക്കും. ഇത് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ പഞ്ച് ഔട്ട് ചെയ്ത് 10:03 ആയപ്പോൾ ഇറങ്ങി. അതിനുശേഷം ഫ്ലാറ്റിലെത്തി. മെയിൻ ഡോറ് തുറന്ന് അകത്ത് കയറി. അതിന് ശേഷം ഞാനൊന്ന് ഫ്രഷായിട്ട് നമസ്കരിച്ചു. മഗ്‌രിബും ഇശായും നമസ്കരിച്ചു, യാസീൻ ഓതി, പിന്നെ ദുആയൊക്കെ ചെയ്ത്. ഒത്തിരി സമയം ഇനി ഇങ്ങനെ കളയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയാണ്. ഇന്നത്തെ ഉറക്കം ശരിയായിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് കിടക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങി. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ദിവസം ഹൈറാക്കി തന്ന തമ്പുരാന് നന്ദി. അസ്സലാമു അലൈക്കും.